ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവൻ്റെ സ്വർഗത്തിലും നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുആ വസിയത്ത് ചെയ്തവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ജുമുഅയിലെ ഒരായത്താണ് നമ്മൾ ഇന്ന് ഓതിയത്. മറ്റന്നാളോടുകൂടെ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. അഷ്റഫുൽ ഖൽഖി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾക്കും അധ്യാപനങ്ങൾക്കും തിരുദർശനങ്ങൾക്കും ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1500 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന നബിതങ്ങൾ അന്ന് പഠിപ്പിച്ച ദർശനങ്ങളും സന്ദേശങ്ങളും ഇന്നും പ്രസക്തമായി കാലികമായി കൊണ്ടിരിക്കുകയാണ്. 1500ാമത് ജന്മദിനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വർഷത്തെ ജന്മദിനം. നബിതങ്ങൾ ലോകത്ത് കടന്നു വന്ന, പിറവിയെടുത്ത ഈ മാസത്തെ നമ്മൾ പരമാവധി നബിതങ്ങളുടെ സന്ദേശങ്ങളും സുന്നത്തുകളും പ്രചരിപ്പിക്കാനുള്ള ഒരു മുഹൂർത്തമായി ഉപയോഗപ്പെടുത്തുക. ഇതാണ് നബിദിന പരിപാടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു പ്രത്യേകം ഒരു ഇബാദത്തായിട്ടോ ഒരു പ്രത്യേക സുന്നത്തായിട്ടോ ഒന്നുമല്ല നബിദിനത്തെ സുന്നി സമൂഹം കാണുന്നതും പറയുന്നതും. റബീഉൽ അവ്വൽ 11 ഉള്ള ഒരു മഹത്വത്തെക്കാൾ പ്രത്യേക ഒരു മഹത്വമൊന്നും റബീഉൽ അവ്വൽ 12 അന്നത്തെ ഇബാദത്തുകൾക്കില്ല. റബീഉൽ അവ്വൽ 11 ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേക കർമ്മങ്ങളും റബീഉൽ അവ്വൽ 12 ഇല്ല. ഒരു പ്രത്യേക ഇബാദത്തോ പ്രത്യേക സുന്നത്തോ ഒന്നുമല്ല. അങ്ങനെയാകും ഒരിക്കലും അന്ന് നമ്മൾ നടത്തുന്ന പരിപാടികൾ അനിസ്ലാമികമെന്നും പറഞ്ഞുകൂടാ. ഒരു ഇബാദത്തിന്റെ ഭാഗമായി നടത്തുമ്പോഴാണ് നമുക്ക് പാടില്ലാത്തത്. മറ്റോരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി പറയുക, അതിനെപ്പറ്റി കൂടുതൽ ഓർക്കുക, ഇത് മനുഷ്യ സഹജമാണ്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷമായതുകൊണ്ട്, സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ഇതുപോലെ ഓരോ വർഷത്തിൽ ഓരോ ദിവസങ്ങൾക്കും ഓരോ വിശിഷ്ടമായ സന്ദേശങ്ങൾ ഉണ്ടാകും. റബീഉൽ അവ്വൽ ലോക മുസ്ലിമീങ്ങൾ അനുസ്മരിക്കുന്നത് നബിതങ്ങളെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ അതിനൊക്കെ പങ്കെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. കാരണം ഒരു മനുഷ്യന്, ഒരു കുട്ടി ആദ്യമായി തിരിച്ചറിയാവുന്ന ഒരു പ്രായത്തിലെത്തിയാൽ, നമുക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നു, ആ കുട്ടി തമീസ് എത്തിയാൽ, ആ കുട്ടിക്ക് തിരിച്ചറിവ് കിട്ടിയാൽ, തിരിച്ചറിവ് കിട്ടാത്ത പ്രായം, ആ കുട്ടി തീക്കട്ട തൊള്ളേക്കിടും, പാമ്പിനെ തൊള്ളേക്കിടും, അതുപോലെ കാഷ്ടവും മൂത്രവും തൊള്ളേക്കിടും. ഒന്നും കുട്ടിക്ക് അറിയില്ല. ഇത് നജസാണ്, മലിനമാണെന്നും കാഷ്ടത്തെക്കുറിച്ച് കുട്ടിക്കറിയില്ലല്ലോ, വകതിരിവില്ല. എന്നാൽ ബുദ്ധി അല്പം കൂടി വകതിരിവെത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചല്ല, ഇസ്ലാമിന്റെ പാഠങ്ങളാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈനിൽ കാണാം, ഒരു കുട്ടിക്ക് വകതിരിവെത്തിയാൽ, അതായത് തിരിച്ചറിവെത്തിയാൽ ആദ്യമായി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചല്ല, മറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. എന്നിട്ട് നബിതങ്ങളിലൂടെ അള്ളാഹുവിന്റെ തൗഹീദിനെ പറ്റി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അബൂജഹലിന് അറിയാം അള്ളാഹുവാണ് ആകാശം പടച്ചത് എന്ന്. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അറിയാമായിരുന്നു ആകാശം പടച്ചതും ഭൂമി പടച്ചതും മഴ വർഷിപ്പിക്കുന്നതും അള്ളാഹുവാണ് എന്ന്. ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോഴും അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബദർ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്ന്. അള്ളാഹുവിനെ അവർക്കറിയാം. ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പും അവർക്ക് പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുന്നതും തൽബിയത്തും ഒക്കെ ഉണ്ടായിരുന്നു. നേർച്ചയും ഏത്തിക്കാഫും എല്ലാം ഉണ്ടായിരുന്നു. നബിതങ്ങളെ ബാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള, അള്ളാന്റെ അടിമാണ്. അപ്പൊ നബിതങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നബിതങ്ങളെ ബാപ്പാക്ക് അള്ളാന്റെ അടിമ എന്ന പേരുണ്ട്. അവർക്ക് അള്ളാനറിയാം, അള്ളാഹു ഉണ്ട് എന്നറിയാം. പക്ഷെ എന്നിട്ടും അവർക്ക് തൗഹീദ് കിട്ടിയില്ല, എന്നിട്ടും അവർക്ക് വിശ്വാസം പൂർണ്ണമായില്ല. എന്തുകൊണ്ട്? അവർ മുഹമ്മദ് റസൂൽ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്.
ആകാശം പടച്ചത് അല്ലാഹുവാണ്, ഭൂമി പടച്ചത് അല്ലാഹുവാണ്, മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്, ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ് എന്നൊക്കെ അവർക്കറിയാമല്ലോ. അവർ കഅബയെ തവാഫ് ചെയ്യുന്നു, അവർക്ക് ഹജ്ജ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഹമ്മദ് റസൂൽ അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ് തൗഹീദിന്റെ വചനം. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ മുസ്ലിം ആകുമോ? ആകൂല. ഒരു ഇസ്ലാം ഇല്ലാത്തൊരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1000 വട്ടം പറഞ്ഞാലും മുസ്ലിം ആവില്ല. എന്ത് വേണം? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി അംഗീകരിക്കണം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നിട്ടും തൗഹീദിന്റെ വചനത്തിൽ ആ പരിശുദ്ധമായ വചനമുണ്ട്. അതുകൊണ്ട് തന്നെ മാർഗങ്ങളിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടൊരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിക്കപ്പെടേണ്ടത് നിബിതങ്ങൾ ജനിച്ചത് എവിടെയാണ്, വഫാത്തായത് എവിടെയാണ് എന്ന നിബിതങ്ങളെ കുറിച്ചുള്ള അറിവാണെന്ന് പ്രാഥമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മുഴുവനും പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ നമ്മൾ നിബിതങ്ങളും ഹൃദയവുമായി ബന്ധം വേണം. എല്ലാ സമയത്തും നിബിതങ്ങളെ പറ്റി പറയാനും കേൾപ്പിക്കാനും നമുക്ക് സമയം കിട്ടൂല, സന്ദർഭം കിട്ടൂല. അതിനാ പണ്ട് മുതലേ റബീഉൽ അവ്വൽ നാട്ടിലെ പള്ളികളിലും മദ്രസകളിലൊക്കെ കുട്ടികൾക്ക് നബിതങ്ങളെ പറ്റിയുള്ള പാട്ടുകളും ബൈത്തുകളും പ്രസംഗങ്ങളും ഒക്കെയായി ഒരു ഇഷ്കും മഹബത്തും ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെ വിമർശിക്കുകയോ നിരാകരിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ തിരസ്കരിക്കുകയോ അല്ല വേണ്ടത്. അത് ബുദ്ധിശൂന്യമാണ് അതിനെ വിമർശിക്കുക എന്നുള്ളത്. മറിച്ച് ഒരു വലിയ ഇബാദത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഓക്കെ, അങ്ങനെയൊന്നും ആരും കാണുന്നുമില്ല. ഇത്രമേൽ ലഹരിയും കള്ളും കഞ്ചാവും മയക്കുമരുന്നും വൃത്തികേടുകളും അധികരിച്ച ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ നിബിതങ്ങൾ കടന്നു വന്ന് എങ്ങനെയാണ് അവരെ സമുദ്ധരിച്ചത്? ആ സന്ദേശങ്ങളെ കൊണ്ട് ഇന്ന് സമുദ്ധരിക്കാൻ കഴിയും. ആ നിബിതങ്ങളെ സന്ദേശം കൊണ്ട് മാത്രമാണ് ഇന്ന് സമുദ്ധരിക്കാൻ കഴിയുക. ഞാൻ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ പോലെ നിബിതങ്ങൾ കടന്നു വന്നപ്പോൾ ജനിച്ച കുട്ടി പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നുവെങ്കിൽ ഇന്ന് അതിനേക്കാൾ കാടത്തമാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലുകയാണ്. കാരണം എന്താ? സ്കാനിങ്ങിലൂടെയും മറ്റുമൊക്കെ ടെസ്റ്റിലൂടെയും അറിയാം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. പെണ്ണാണെന്നറിഞ്ഞാൽ കൊല്ലുക. നിബിതങ്ങളെ കാലത്ത് ആ ടെസ്റ്റ് ഇല്ലല്ലോ, സ്കാനിങ് ഇല്ലല്ലോ. ജനിച്ച ശേഷം അത് പെണ്ണാണെന്നറിഞ്ഞാൽ കൊന്നിരുന്നുവെങ്കിൽ ഇന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെടുക. കൊച്ചിയിലും മറ്റുമൊക്കെ കോടികൾ സമ്പാദിക്കുന്ന വലിയ കോടീശ്വരന്മാർ, വലിയ ആശുപത്രികൾ തന്നെയുണ്ട്. അതിന് ഇന്ന് പ്ലേ സ്റ്റോറിൽ പ്രത്യേക ആപ്പ് തന്നെയുണ്ട്, അവിഹിതമായി ഗർഭിണിയായാൽ എങ്ങനെ അരസിപ്പിക്കണം എന്നതിനെപ്പറ്റി. അപ്പൊ നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ചയാകുന്നതും ഒരു ഗർഭം അരസിപ്പിക്കുന്നതിനെ പറ്റിയും ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇന്നത്തെ കാലത്ത് നബിതങ്ങളുടെ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ട്. നബിതങ്ങൾ കടന്നു വരുമ്പോൾ വലിയ യുദ്ധങ്ങളും കൊലയൊക്കെ ആയിരുന്നു. അതിനേക്കാൾ വലിയ കൊലയും യുദ്ധങ്ങളും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 70,000-ലേറെ ആളുകളെ ഇസ്രായേൽ കൊന്നു തള്ളി ഈ ഒരു 1.5 വർഷം കൊണ്ട്. മാത്രമല്ല ഇന്നാണ് കൊട്ടേഷൻ സംഘങ്ങളും കൊലപാതകങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല അന്ന് മദ്യം ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നുമൊക്കെ വാറ്റിയെടുക്കുന്ന മദ്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് പല നിലക്കുള്ള പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് കൂടുതൽ നബിതങ്ങളുടെ സന്ദേശം വെച്ച് സമുദ്ധരിക്കണം. ഡാർക്ക് ഏജ് എന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സയൻസ് എത്രമേൽ പുരോഗതി പ്രാപിച്ചാലും ഇന്ന് ഒരു നിരക്ക് ഡാർക്ക് ഏജ് തന്നെയാണ്. എല്ലാ നിരക്കും പുരോഗതിയുണ്ട്. ഇന്നത്തെ മെഡിക്കൽ ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് 150 വയസ്സ് വേണം, അല്ലേ? അത്രത്തോളം മെഡിക്കൽ സയൻസ് വർദ്ധിച്ചു. എല്ലായിടത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വന്നു. നൂതന സ്കാൻ സൗകര്യങ്ങൾ, ഓപ്പറേഷൻ സൗകര്യങ്ങൾ എല്ലാം ഇന്ന് വന്നു. അങ്ങനെ ആകുമ്പോൾ പണ്ടൊക്കെ 60-70 വയസ്സാകും മരിച്ചിരുന്ന മനുഷ്യന്മാർക്ക് ഒരു 150 വയസ്സെങ്കിലും ഇന്ന് വേണം. 10-50 കൊല്ലം മുമ്പൊക്കെ 80-90 വയസ്സ് ജീവിച്ചെങ്കിൽ ഇന്ന് മനുഷ്യൻ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സയൻസ് പുരോഗതി പ്രാപിച്ചാൽ, ഡെവലപ്പായാൽ എന്തുകൊണ്ട് മനുഷ്യന്റെ ആയുസിന്റെ ഗ്രാഫ് ഉയരുന്നില്ല? ശരിക്കും മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കാരണം ഏത് രോഗത്തിനും പരിഹാരമുണ്ട്, ചികിത്സയുണ്ട് എന്നാണല്ലോ നമ്മൾ എവിടെയും കാണുന്നത്. എല്ലാത്തിനും ചികിത്സ ഉണ്ട്. വലിയ വലിയ ഹൈടെക് ആശുപത്രികൾ എല്ലായിടത്തും മുളച്ചു പൊന്താണ്. ഇത്രമേൽ വലിയ വികസനങ്ങൾ ആശുപത്രി രംഗത്ത്, മെഡിക്കൽ ചികിത്സാ രംഗത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന്റെ ആയുസ് 125, 130, 150 ആകണില്ല? അതുകൊണ്ടൊരു കാര്യമില്ല എന്നർത്ഥം. എന്നാൽ ഞാനത് നിഷേധിക്കുകയല്ല. വിദ്യാഭ്യാസ മനുഷ്യൻ ഒരുപാട് കൂടി, പഴയ കാലത്തൊന്നും പരിചയം പോലും ഇല്ലാത്ത ഡിഗ്രികളും ക്വാളിഫിക്കേഷൻസും. പക്ഷെ മനുഷ്യന് മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയൽവാസി അറിയുന്നില്ല, സ്വന്തം ഉമ്മയെ അറിയുന്നില്ല, സ്വന്തം ഒരു പെണ്ണിനെ പെണ്ണായി ആദരിക്കാൻ, റെസ്പെക്ട് കൊടുക്കാൻ കഴിയണില്ല. ഫ്രാൻസിലൊക്കെ 90% സ്ത്രീകളും സെക്സ് ഹറാസ്മെന്റിന് ഇരകളാകുന്നു എന്നാണ് പഠനം. പലപ്പോഴും ഇസ്ലാമിനെ യുക്തിവാദികൾ വിമർശിക്കാറുണ്ട്. മൂടിപ്പൊതിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഒരു ആകാംക്ഷയും ക്യൂരിയോസിറ്റിയും ജിജ്ഞാസയൊക്കെ ഉണ്ടാകുക.
ഫുള്ള് തുറന്നിട്ട് എല്ലാം തുറന്നിട്ട് നഗ്നയായി നടന്ന ആളുകൾ പിന്നെ നോക്കൂല. ഫ്രാൻസിലൊക്കെ ഫുള്ള് തുറന്നിട്ട് നടക്കണം. എന്നിട്ട് പോലും 90% സ്ത്രീകളും സെക്സ്വൽ ഹറാസ്മെന്റിന് ഇരകളാകുന്നു എന്ന് പഠനം തെളിയിക്കുമ്പോൾ അതൊരു പൊട്ടത്തരമാണ്, ബുദ്ധിശൂന്യമാണ്. അത് വെറുതെ ഒരു ജൽപ്പനം മാത്രമാണ്. സ്ത്രീകളെല്ലാം തുറന്നിട്ട് നടന്നാൽ പിന്നെ ആർക്കും ഇതുകൊണ്ട് താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെ മൂടിപ്പറിച്ച് നടക്കുമ്പോഴാണ് താല്പര്യം തോന്നുന്നത്. അതുകൊണ്ട് എല്ലാം സ്വതന്ത്രമാക്കിയിട്ടാൽ പിന്നെ ആൾക്കാർക്ക് മടുപ്പ് വരും, പിന്നെ നോക്കൂല എന്നൊരു ചിന്ത വൃത്തികെട്ട ഒരു ചിന്തയാണ്. അങ്ങനെയെങ്കിൽ ഫ്രാൻസിൽ നടക്കുന്നതോ? അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എല്ലാ നിലക്കും കുത്തയിഞ്ഞ ഒരു സംസ്കാരങ്ങൾ. അതുപോലെ തന്നെ ഇന്ന് ഒരാണും പെണ്ണും ഉഭയകക്ഷി സമ്മതമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധം തെറ്റല്ല. ഇതാ ഇന്ത്യൻ നിയമം. സ്ത്രീകൾ പലപ്പോഴും ഈ നിയമം ദുരുപയോഗപ്പെടുത്തും ചെയ്യും. ഒരു പെണ്ണ് വഴങ്ങിക്കൊടുക്കാതെ ഒരിക്കലും ഒരു നിലക്കുള്ള സെക്സൽ ഇന്റർകോഴ്സും നടക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. റേപ്പുകളാകുന്നില്ല, ബലാത്സംഗമാകുന്നില്ല. വഴങ്ങിക്കൊടുക്കുകയും പൂർണ്ണമായി കീഴടങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ട് കുറെ കൊല്ലം കഴിയുമ്പോൾ കിട്ടാത്തത് കിട്ടാതിരിക്കുമ്പോൾ ഈഗോ പ്രശ്നം വരുമ്പോൾ പീഡനമാക്കി മാറ്റാണ്. അതാ ഇന്ന് കേരളം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നടക്കുന്നത് മുഴുവനും അത്തരം കാര്യങ്ങളാണ്. പെണ്ണിനെ പറ്റി ആരും പറയുന്നില്ല. പെണ്ണും പ്രതിയാണല്ലോ, അതിനെപ്പറ്റി ചർച്ചയുമില്ല, അവരെ പേരും പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എല്ലാ നിലക്കും കുത്തയിഞ്ഞ ഒരു സംസ്കാര ശൂന്യമായ ഒരു ലോകത്ത് എങ്ങനെയാണ് നമുക്ക് പരിഹാരം കാണാൻ കഴിയുക? മദ്യനിരോധനം അമേരിക്ക നടപ്പിലായില്ല. നമ്മുടെ കേരളം പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, ശ്രമിച്ചു. ഇവിടെയാണ് മദ്യത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന വിഭാഗത്തെ കേവലം വർഷങ്ങളെ കൊണ്ട് മദ്യത്തിന്റെ ഏറ്റവും വലിയ അന്ധകരാക്കി മാറ്റിയത് 3Ws, 3 Wകൾ: വാർ, വുമൻ, വൈൻ, മദ്യം. അവർ പാടിയ പാട്ടന്നെ പ്രസിദ്ധമാണ്. മരിക്കാൻ നേരത്ത്, ചാവാൻ നേരത്ത് അവർ പാടിയ പാട്ടെന്തായിരുന്നു? ഇദാമിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമതി തുറവി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ. മരിക്കാൻ നേരത്ത് അവർ പാടിയ പാട്ടായിരുന്നു ഇദാമിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമതി. എന്റെ ജീവൻ പോയാൽ നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത് ഒരിക്കലും പൊതുശ്മശാനങ്ങളിലാവരുത്. പിന്നെയോ ഇദാമിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമതി. മദ്യമുണ്ടാക്കുന്ന, കള്ളുണ്ടാക്കുന്ന ചെടികൾക്ക് ചുവട്ടിലാണ് എന്നെ മറവ് ചെയ്യേണ്ടത്. തുറവി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ. മദ്യത്തിന്റെ മധു എന്റെ ഞരമ്പിലേക്ക് എത്തണം. ഞാൻ മരിച്ചെന്റെ കബറിൽ ചെന്ന് മണ്ണറയിൽ ചെന്ന് മണ്ണായാലും എൻ്റെ സിരകളിലേക്കും എൻ്റെ ഞരമ്പിലേക്കും മണ്ണായി മാറിയ എൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും എല്ലിലേക്കും കള്ളിൻ്റെയും മദ്യത്തിനെയും രുചിയെത്തട്ടെ. കഞ്ചാവിന്റെ ചെടി എവിടെ? അവിടെ മറവ് ചെയ്യണം. ഇതാ പറഞ്ഞിരുന്ന വസിയത്ത്. അവരെയാ നിബിധങ്ങൾ മാറ്റിയെടുത്തത്. എങ്ങനെ മാറ്റി? എങ്ങനെ സാധിച്ചു? വീഡിയോ പ്രദർശനം കൊണ്ടാണോ? നമ്മളിന്ന് അങ്ങനെയല്ല ചെയ്യാം. LCD പ്രദർശനം. കള്ളു കുടിച്ചാൽ അങ്ങനെ ഉണ്ടാകും. അത് കുട്ടിയൊക്കെ അറിഞ്ഞിട്ടില്ല. സ്മോക്കിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിറയാലോ അസുഖം ബാധിച്ച ലിവറിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. കുട്ടിയൊക്കെ അറിയാം തെറ്റാ. നീ കുടിക്കണമെന്ന് അറിയാം, മദ്യലഹരി ഉപയോഗിക്കണമെന്ന് അറിയാം, തെറ്റാന്നല്ലേ? അറിയാഞ്ഞിട്ടല്ലല്ലോ. നമ്മൾ അതാ നിബിധങ്ങൾ എന്താ എന്ത് വീഡിയോ പ്രദർശനം നടത്തിയത്? ഇങ്ങനത്തെ കള്ളുടിച്ച മനുഷ്യന്മാരെ എങ്ങനെ മാറ്റിയെടുത്തത്? അന്ന് വീഡിയോ പ്രദർശനം നടത്തിയോ? അന്ന് പ്രസംഗിച്ചോ? എന്താ പറഞ്ഞെടുത്തത്? നിസ്കരിക്കുമ്പോൾ വരെ മദ്യപിച്ചു, മിഹ്റാബ് നിസ്കരിച്ചു. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു. അങ്ങനെ പിന്നെ ഓതിക്കൊണ്ടേയിരുന്നവര്. കാരണം അന്ന് പാടെ ആദ്യം തന്നെ കള്ള് നിരോധിച്ചില്ല. നിസ്കരിക്കുമ്പോൾ തന്നെ കള്ളു കുടിച്ച് സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നു. കാരണം അവരെ പതുക്കെ മനഃശാസ്ത്രപരമായ നിബിധങ്ങൾ അവരെ പിന്തിരിപ്പിച്ച് ലാസ്റ്റാണ് ഒറ്റയടിക്ക് മദ്യം നിരോധിക്കുന്നത്. അങ്ങനെ നിബിധങ്ങൾ മാറ്റിയെടുത്തുവെങ്കിൽ ആ അധ്യാപനങ്ങൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലേ? ഇന്ന് ഉസ്താദുമാരുടെയും പള്ളി കമ്മിറ്റിക്കാരുടെയും മതസംഘടനയുടെയൊക്കെ കയ്യിൽ ആ ഖുർആൻ ഹദീസൊക്കെ അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ ആക്കുന്നില്ല? ആ ഒരു മെത്തഡോളജി എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നില്ല? റബീഉൽ അവ്വലിലെങ്കിലും നബി തങ്ങളെ തിരുദർശനങ്ങളിലേക്ക് ജനങ്ങളെ മനസ്സുകൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വുമൻ, മദിരാശി, യുദ്ധം, എല്ലാ നിലക്കുള്ള ലൈംഗികമായ ആഭാസങ്ങൾ, അതിന് അടിമകളായിരുന്നവരെ നബിതങ്ങൾ കുറച്ച് ദിവസങ്ങളെ കൊണ്ട്, മാസങ്ങളെ കൊണ്ട്, വർഷങ്ങളെ കൊണ്ട് മാറ്റിയെടുത്തെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് തെറ്റിന്ന് വിട്ടുക്കാൻ കഴിയണില്ല? വലിയ വിഷയമാണ്. പകൽമാന്യന്മാരായി നടക്കും, സ്വന്തം ഭാര്യ ഉണ്ടാവും, കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നാൽ മൊബൈലിന്റെ ഉള്ളിൽ അവന് സ്വകാര്യ പെണ്ണിനോടുമായി ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വകാര്യ പുതിയാപ്പലുണ്ടാവും. സ്വന്തം ഭർത്താവിനെയും ഭാര്യയും വെച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ മനസ്സിൽ മറ്റൊരുത്തനെ ഇമേജ് ചെയ്യുന്ന, ഒരുത്തിയെ ഇമേജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ കുത്തയിഞ്ഞ് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ
ഹറാമുകളോട് വെറുപ്പ് തോന്നുന്നില്ല. അവിടെയാണ് സംസ്കാരം സംസ്കരിച്ചെടുക്കേണ്ടത്. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം. അവരെ സംസ്കരിച്ചെടുത്തു, കടഞ്ഞെടുത്തു, ശുദ്ധിയാക്കിയെടുത്തു. എത്ര വലിയ ശത്രുക്കളായിരുന്നു. ഒരു ഒട്ടകം മറ്റൊരു പറമ്പിൽ കയറി ഒരു പുല്ല് കടിച്ചപ്പോൾ അതിന് ചൊല്ലിയുണ്ടായ യുദ്ധമാണ് ഹർബുൽ ബസൂസ്. 40 കൊല്ലം നീണ്ടിരുന്നു. 4 പതിറ്റാണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഒരു ഗോത്രത്തിന്റെ ഒട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ പറമ്പിൽ കയറിയിട്ട് പുല്ല് തിന്നു. അതുമ്പോ തുടങ്ങിയ യുദ്ധം 1 ദിവസം 2 ദിവസം അല്ല, 40 കൊല്ലം. അവർ നബി തങ്ങൾ പറഞ്ഞത് കുല്ലുക്കും മിൻ ആദമ വാദമു മിൻ തുറാബ്. ഇവരൊക്കെ ആദമിൽ നിന്നാണ്, എല്ലാവരും മനുഷ്യരാണ്. ഈ ഒരു വി ഫീലിംഗിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുന്നതും ഈ മനുഷ്യത്വമാണ്. അവനാന്റെ തസ്കിയത്ത് എന്ന് പറഞ്ഞ അവനാന്റെ കുറ്റങ്ങളും കുറവുകളും അത് കാണാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. നമ്മളെപ്പോഴും ഇന്നും നമ്മൾ പരാജയപ്പെടുന്നത് അവിടെയാണ്. നമ്മളൊക്കെ കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ഷോപ്പ് കൊണ്ടുപോയി അവിടെ നമ്മൾ അപ്പുറത്ത് വേറെ കുറേ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിന്റെ കംപ്ലൈന്റ് അല്ല നമ്മൾ നോക്കുക. അവനാന്റെ വണ്ടിന്റെ ബോഡിക്ക് വരണമെങ്കിൽ അത് പെയിന്റ് അടിക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാക്കാൻ പറയും വർക്ക് ഷോപ്പ് ചെന്നിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മുടെ വണ്ടി വാങ്ങി ആ കമ്പനിയിൽ അത് നന്നാക്കാൻ മെയിൻ്റനൻസിന് കൊണ്ടുപോയി റിപ്പയറിന് കൊണ്ടുപോയി കൊടുത്താൽ നമ്മളെന്താ കാണും? നമ്മളെ വണ്ടിന്റെ കംപ്ലൈന്റേ കാണുള്ളൂ. അപ്പുറത്ത് സാറേ ആ കാറിന്റെ അപ്പുറത്ത് പൊട്ടിയിട്ടുണ്ട്, ആ കാറിന്റെ ഇതിന് ബമ്പറിന് കംപ്ലൈന്റ്, അതൊന്നും കാണൂല, കണ്ടാലും പറയില്ല. ഇവൻ ആ കാറ് നന്നാക്കാൻ പോയാൽ എൻ്റെ ലക്ഷ്യം ഇവിടെ അസ്ഥാനത്താവും, എനിക്ക് ലക്ഷ്യം നിർത്താൻ പറ്റൂല, എൻ്റെ വണ്ടി പെട്ടെന്ന് കിട്ടൂല. നമ്മളെ വണ്ടി എവിടെങ്കിലും ഒരു വർക്ക് ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്താൽ നമ്മളെ വണ്ടിന്റെ കംപ്ലൈന്റ് മാത്രമേ കാണൂ. വേറെ വണ്ടിന്റെ കംപ്ലൈന്റ് കണ്ടാൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് കിട്ടൂല, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റൂല. നമ്മൾ വേറെ വണ്ടിന്റെ കംപ്ലൈന്റ് കണ്ടാലും നമ്മൾ അത് ഇഗ്നോർ ചെയ്യും. മെക്കാനിക്കിനോട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനല്ല, എൻ്റെ വണ്ടിന്റെ കംപ്ലൈന്റ് മാത്രമേ. നമ്മളെ വണ്ടി നന്നാക്കി കിട്ടാൻ നേരത്തെ നമ്മൾ അപ്പുറത്തെ വണ്ടിയുമ്പോൾ ചെറിയ കംപ്ലൈന്റ്, സാറേ നന്നായിട്ടല്ലോ പറയില്ല, അവ അങ്ങോട്ട് പോയാലോ ആ വണ്ടി നന്നാക്കാൻ എൻ്റെ വണ്ടിയുടെ കംപ്ലൈന്റ് ആവും. ഈ ഒരു ശ്രദ്ധ പോലും നമുക്ക് നമ്മുടെ മനസ്സിനോടില്ല. നിങ്ങൾ ചിന്തിക്ക്, അവിടെ നമുക്ക് ആ പരിഗണന ഉണ്ടെങ്കിൽ, ആരാന്റെ വണ്ടി നമ്മൾ പരിഗണിക്കൂലെങ്കിൽ ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ അവനാന്റെ ശരീരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരീരത്തിന് അതേ പരിഗണന അതിനേക്കാൾ കൊടുക്കേണ്ടത്, നശിച്ചു പോകുന്ന ശരീരത്തിനേക്കാൾ പരിഗണന മനസ്സിനല്ലേ. അവനാനൊന്ന് മലമൂത്ര വിസർജനത്തിന് ചാൻസ് കിട്ടിയാൽ വേറെ ആളെ പരിഗണിക്കൂല. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് ഉദാഹരണം പറയാം, ഫ്ലൈറ്റിലോ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ഒക്കെ എത്തി, പെട്ടെന്നാണ് വിസർജിക്കാൻ വന്നത്. വയറ് നന്നായി ബുദ്ധിമുട്ടി, ഏതോ ഫുഡ് അടിച്ചതാണ്, ആകെ നാണം കൊടും, തുണിയിലും ഡ്രസ്സിലും പാൻറ്റിനും കുപ്പായത്തിനും ടയ്യൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇപ്പോൾ ഫുള്ള് മലിനമായ വളരെ വൃത്തികെട്ട അവൻ്റെ മരം പൂർണ്ണമായി വസ്ത്രത്തിലാകുന്ന ഉറപ്പായാൽ, വേറെ ആൾക്കാർക്ക് അവിടെ അപ്പിയിടാൻ മുട്ടിയാൽ നമ്മൾ ഒരിക്കലും ബാത്റൂമിൻ്റെ അടുത്ത് നിന്നിട്ട് ആദ്യം നീ വഹിക്കോ പറയില്ല, ആദ്യം നീ വഹിക്കുമെന്ന് പറയില്ല. എത്ര ഉസ്താദാണെങ്കിലും എത്ര സാറാണെങ്കിലും അഡ്വക്കറ്റും എത്ര വാപ്പയും വേണമെങ്കിലും ആദ്യം നമ്മൾ തള്ളി കയറും. കാരണം എന്താ? വഷളാവരുത്. ഇത് ശരീരത്തിന്റെ മാലിന്യം ഒഴിവാക്കുന്ന ഇടത്ത് മറ്റുള്ളവരെക്കാൾ സ്വന്തത്തിന് പരിഗണന കൊടുക്കുന്ന നമ്മൾ കിബറും ഹസദും തുടങ്ങിയ ഹൃദയത്തിന്റെ രോഗങ്ങളിൽ മാത്രം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നു? ആ ശരീരത്തിനേക്കാൾ പരിഗണിക്കേണ്ടത് അവനാന്റെ മനസ്സിനാണ്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കാൻ നമ്മൾ സ്വന്തത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം എനിക്ക് ഭക്ഷണമാകും, ഓൻ പോണതിന് മുമ്പ് ബാത്റൂമിൽ നമ്മൾ പോകും, നിങ്ങൾ പോയിക്കോളി പറയില്ല, പിടിച്ചേക്കാൻ പറ്റില്ല, ആദ്യം തള്ളിക്കയറും. അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവനാന്റെ കിബറും ഹസദും പോരും ഹൃദയ രോഗത്തിനെ തള്ളാനാണ്. വേറെ ആരും സമ്മതിക്കാതെ ആദ്യം ദിക്റിന്റെയും ആത്മീയ സംരംഭങ്ങളിലും നമ്മളെത്തണം, അല്ലെങ്കിൽ പള്ളിയിലും ജമാഅത്തിലും ആദ്യം എത്തണം. അപ്പൊ നമ്മൾ ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. ഈ തസ്കിയത്താണ് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാവട്ടെ, എങ്ങനെ ഈ ഒരു സമൂഹത്തെ ചെറിയ പ്രശ്നത്തിന് വേണ്ടി അടിയും പിടിയും കൊള്ളയും എല്ലാം ഉണ്ടാക്കിയ സമുദായത്തെ നിബിധങ്ങൾക്ക് അല്പം വർഷങ്ങളെ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതാ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. ഇന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500ാമത് ജന്മദിനത്തിലേക്കാണ് മറ്റന്നാളോടെ ഈ വർഷം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിനെ പറ്റി നമ്മള് ഭരണഘടന എഴുതിയ അംബേദ്കർ പോലും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിലെന്ന്. മലയാളത്തിലൊരു പുസ്തകമുണ്ട്, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന്. അവരിവിടെ ജീവിച്ചോ എന്ന് പോലും ചരിത്രകാരന്മാർ ചർച്ച ചെയ്യുന്നുവെങ്കിൽ മുത്തുനബി തങ്ങളെ പറ്റി ആർക്കെങ്കിലും ഒരു ചെറിയ സംശയമെങ്കിലും ഉണ്ടോ? ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എല്ലാ ചർച്ചിലും കാണും. ആ താടിയൊക്കെ എല്ലാ പ്രത്യേക രൂപവും കോലൊക്കെ അവരുണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ മുത്തുനബി തങ്ങളെ ഏതെങ്കിലും ഒരു ചെറിയ ഫോട്ടോയോ ചിത്രങ്ങളോ പ്രതിഷ്ഠയോ
അല്ലെങ്കിൽ നബിതങ്ങളോ കോലമോ രൂപമോ ഏതെങ്കിലും ഒരു ശില്പമോ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാതെ ലോകത്ത് സ്മരിക്കപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നബിതങ്ങളെ മുഖത്ത് നോക്കി ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന സ്വഹാബി തന്നെ പാടിയത്, നബിയെ മഹത്വത്രേ. അള്ളാഹുവിന്റെ പേരിലേക്ക് നിങ്ങളെ പേരിണ പടച്ചോൻ ചേർത്തുവല്ലോ. പാങ്കടിക്കുന്ന ആൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അപ്പൊ പറയണം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുകൂടി പറയണം. അതുകൊണ്ട് നബിതങ്ങളെ പേരെന്ന മുഹമ്മദ് എന്നാ. എന്താ അർത്ഥം? എന്താ? പുകഴ്ത്തപ്പെടേണ്ടയാൾ, പ്രശംസിക്കപ്പെടേണ്ടയാൾ, പ്രകീർത്തിക്കപ്പെടേണ്ടയാൾ, സ്തുതിക്കപ്പെടേണ്ടയാൾ. ഹംദ് എന്താ? അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിലേക്കാണ്. ഈ ഹംദറ സ്തുതി മുഹമ്മദ് അതിൽ നിന്ന് വന്നതാണ്. സ്തുതിക്കപ്പെടുന്നവർ, എന്നും പ്രകീർത്തിക്കപ്പെടുന്നവർ, പുകഴ്ത്തപ്പെടുന്നവർ എന്നാണ് അർത്ഥം തന്നെ. അപ്പൊ ഇന്നൊരാൾ മുഹമ്മദ് മോശാണെന്ന് പറയണമെങ്കിൽ തന്നെ ആദ്യം പുകഴ്ത്തപ്പെടേണ്ട ആള് മോശാന്ന് പറയേണ്ടി വരും. ഇത് അള്ളാഹു നൽകിയ വല്ലാത്ത ലോജിക്കാണത്, അള്ളാഹുവിന്റെ ലോക്കാണത്. നബിതങ്ങളെ പേരിനർത്ഥം തന്നെ പുകഴ്ത്തപ്പെടേണ്ടവർ, പ്രകീർത്തിക്കപ്പെടേണ്ടവർ, സ്തുതിക്കപ്പെടേണ്ടവർ. ഇനി ആ പേര് പറഞ്ഞിട്ട് എന്ത് നെഗറ്റീവ് ആര് പറഞ്ഞാലും ആദ്യം എന്ത് പറയണം? നബിതങ്ങളെ പുകഴ്ത്തണം. വിമർശിക്കുന്നവന് പോലും പുകഴ്ത്തിയിട്ടല്ലാതെ വിമർശിക്കാൻ പറ്റില്ല. അതാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുക്തിവാദിയോ ഒരു നിരീശ്വരവാദിയോ മുഹമ്മദ് സ്ത്രീലമ്പടനാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പ്രകീർത്തിക്കപ്പെടേണ്ടവർ, ഒരു തെറ്റില്ലാത്ത മനുഷ്യൻ തന്നെ അർത്ഥം തന്നെ. എന്നിട്ടാ പിന്നെ കുറ്റം പറയേണ്ടത്. അതുകൊണ്ട് അങ്ങനത്തെ മുത്തുനബിതങ്ങളെ മാസം വരുമ്പോൾ നമ്മൾ കുട്ടികളിലേക്ക് നബിതങ്ങളെ സന്ദേശം കൊടുക്കുക. അതിനാണ് പഴയകാലം മുതൽക്ക് നബിദിന പരിപാടികളൊക്കെ. അത് ശിർക്കും കുഫ്റും ബിദ്അത്തും ഒന്നുമല്ല. കാരണം അത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നടത്തുന്നതുമല്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടണം. കുട്ടികളെ സുന്നത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളെ മക്കൾക്ക് നബിതങ്ങളെ സുന്നത്തിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ 10 സ്വലാത്തല്ലേ, 200 സ്വലാത്തല്ലേ, 1000 സ്വലാത്തല്ലേ, കുട്ടികളെ കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് സ്വലാത്ത് ചൊല്ലുന്ന ശീലം ഉണ്ടാക്കിയെടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡുകൾ കൊടുക്കുക. അപ്പൊ റബ്ബിന്റെ ഭാഗത്ത് നമുക്ക് റിവാർഡുകളും കിട്ടും. കുട്ടികൾക്ക് അതൊക്കെ ശീലിപ്പിക്കേണ്ടത്. എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ തോണ്ടിത്തിരിയുന്ന ഈ ലോകത്ത് നബിതങ്ങളെ ആശിഖ്യങ്ങളാക്കാൻ, മുഹബ്ബീങ്ങളാക്കാൻ നമുക്ക് സാധിക്കണം. വൃത്തികെട്ട പാട്ടുകളിലേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ആഭാസങ്ങളിലേക്ക് പോകുമ്പോൾ നബിതങ്ങളെ പറ്റിയുള്ള മദ്ഹുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. ആഭാസങ്ങളിലൂടെയുള്ള ഗാനങ്ങളും സംഗീത കച്ചേരികളും ഇന്ന് വൃത്തികെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ മുത്തുനബിതങ്ങളെ മദ്ഹുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ കഴിയണം. മ്യൂസിക് നല്ല ഇസ്ലാമികപരമായ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ചൈനയിലൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു ചെടി ഉണ്ടാക്കുമ്പോൾ നനച്ചു കൊടുക്കുന്ന ചെടി നനക്കുന്ന പൈപ്പുകൾ ഉണ്ടാകും. ചെടി നനക്കുന്നതോടുകൂടെ ഇന്നിപ്പോൾ ചൈനയിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. പാർക്കിലൊക്കെ ചെടി വളരാൻ വേണ്ടിയിട്ട് പാട്ടിട്ട് കൊടുക്കുക. പുതിയ രീതിയാണ് അത്ര. അതിന്റെ സെൻസേഷൻ ചെടികൾക്കുണ്ട് അത്ര. ഈ മ്യൂസിക്കിന്റെ ആണെന്ന് കൊണ്ട് ചെടി പെട്ടെന്ന് വെള്ളം കൊടുക്കും, മ്യൂസിക്കും. ആർക്ക്? ചെടിക്ക്. പഴയ കാലത്തേക്ക് നബിതങ്ങളെ പറ്റിയുള്ള പാട്ടുകളൊക്കെ ഉമ്മമാര് താരാട്ടു പാടി കുട്ടിയെ തൊട്ടിലാട്ടി നബിതങ്ങളെ പറ്റി പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നബിതങ്ങളോടുള്ള ഇഷ്കും മഹബത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഴയകാലം മദ്രസയിലൊക്കെ പരിപാടികൾ ഉണ്ടാവും. ഇന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ ഇപ്പൊ എന്താ തോന്നുകയാണ്. അതൊക്കെ ഒരിക്കലും തന്നെ അതിരുവിടുന്ന രൂപത്തിലേക്ക് പോകരുത് എന്ന് മാത്രം. അല്ലാത്ത രൂപത്തിൽ ഇതൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും നമ്മൾ നബിതങ്ങളുടെ സന്ദേശം എല്ലാവരിലേക്കും പ്രചരിപ്പിക്കേണ്ടതുമാണ്. നബിതങ്ങളുടെ 1500ാമത് ജന്മദിനമാണ് കടന്നു വരുന്നത്. റബീഉൽ അവ്വൽ. റബീ എന്ന് പറഞ്ഞാൽ വസന്തം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാനും മഹബത്ത് വെക്കാനും ശ്രമിക്കുക. നബിതങ്ങളുടെ മഹബത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 സ്വലാത്ത് നമുക്ക് ചെയ്യുമെങ്കിൽ, നബിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വലാത്ത് ചെയ്താൽ 10 സ്വലാത്ത് കിട്ടുമെങ്കിൽ, ആ ഹബീബിന് വേണ്ടി നമ്മൾ ഒരു നന്മ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെലവഴിച്ചാൽ അള്ളാഹു നമുക്ക് എത്ര ചെയ്യും? അതുകൊണ്ട് മുഹബ്ബീങ്ങളും ആശീഖീങ്ങളുമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സ്വന്തത്തിനേക്കാൾ നമ്മൾ ഹബീബിനെ വേണ്ടി ഇഷ്ടപ്പെടണം. നമുക്കറിയാം, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? സ്വന്തം ഉമ്മനേക്കാളും ബാപ്പനേക്കാളൊക്കെ നബിയെ നിങ്ങൾ സ്നേഹിക്കണം, അപ്പോഴേ മുഅ്മിനാകൂ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആനും പറഞ്ഞു. നിങ്ങളുടെ ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും എല്ലാരേക്കാളും നിങ്ങൾക്ക് നബിയോട് മഹബത്ത് വേണം. നാവുകൊണ്ട് പറയാൻ എളുപ്പമുണ്ടാവും. എന്തുകൊണ്ട് പ്രാക്ടിക്കലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? കാരണം നബിതങ്ങളെ പറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ലാതെ അങ്ങേയറ്റത്തെ മഹബത്ത് വരണം. ഒരു ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എൻ്റെ നബിതങ്ങൾക്ക് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടെന്ന് വിട്ടുക്കാൻ കഴിയണം. നബിതങ്ങളെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. അതുപോലെ തന്നെ നബിതങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചോ, ഉദാഹരണം താടി വെക്കുക, ഒരു സുന്നത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്തൊക്കെ ഹബീബിന്, അതൊന്നും ഇന്ന് കുട്ടികൾക്കുള്ള മാതൃക അതല്ലല്ലോ.
സിനിമ, സീരിയൽ, നടീനടന്മാർ അല്ലെങ്കിൽ പാട്ടുകാർ, കളിക്കാർ, അവരുടേതൊക്കെ റോൾ മോഡലാക്കാൻ മുത്തുനബി തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്ന ഒരുത്തനെ നമ്മൾ മോശമായി കാണുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ തെറ്റിലേക്ക് പോകൂല. നമ്മളുടെ സ്നേഹം കൊണ്ടാണല്ലോ നബി ഇതൊക്കെ പഠിപ്പിച്ചത്. നല്ലൊരു പർദ്ദ ധരിച്ച് നല്ല വേഷവിധാനങ്ങൾ നടക്കുന്ന ഒരു പെണ്ണും പീഡിപ്പിക്കപ്പെടൂല. ഒരു ഹിന്ദു പുസ്തകമാണ് ഹൈന്ദവ സഹോദരൻ എഴുതിയ പുസ്തകം വിവാഹം ഒരു പഠനം. ഒരു പെണ്ണ് ശരിക്ക് ഔറത്ത് മറച്ച് നല്ല ഒരു വേഷവിധാനത്തിൽ നടന്നാൽ ഒരിക്കലും പീഡിപ്പിക്കപ്പെടൂല. ഡൽഹിയിൽ മുമ്പുണ്ടായ കൂട്ടബലാത്സംഗ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നല്ല മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾ നടന്നു കൊള്ളണമെന്നാണ്. ഇതാണ് നബി നിങ്ങൾ പഠിപ്പിച്ച ഹിജാബ്. ഇതുപോലെ ഏത് വിഷയം ഹബീബിന്റെ സുന്നത്തിലേക്ക് മടങ്ങിയാൽ അതേ ലോകത്തിന് പരിഹാരമുള്ളൂ. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന പരിശുദ്ധമായ ദിവസങ്ങളാണ് റബീഉൽ അവ്വൽ. ഹബീബിനെ പറ്റി പറയണം, ഹബീബിനെ പറ്റി കേൾക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കുട്ടികൾക്ക് കൂടുതൽ പഠിപ്പിക്കണം, മഹബത്ത് ഉണ്ടാക്കണം. അതുപോലെ നല്ല മൗലിദ് സദസ്സുകൾ, പ്രവാചക പ്രകീർത്തന സദസ്സുകളൊക്കെ സജീവമാക്കുകയും അതിൽ നമ്മൾ പങ്കെടുക്കുകയും നബി തങ്ങളോടുള്ള മഹബത്തും ഇഷ്കും ഒക്കെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോഴേ നമ്മുടെ മക്കളെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു രണ്ട് ലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി തരട്ടെ. ഹബീബായ മുത്തുനബി തങ്ങളെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.